അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും NIOS+2 അറബിക്കിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അൽ മദ്രസത്തി എന്നുള്ള പാഠഭാഗമായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ നമ്മൾ അൽ മുറക്കബുൽ ഇദാഫി എന്താണെന്ന് ചർച്ച ചെയ്തു. അതിനുശേഷം നമ്മൾ സ്കൂളിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ളൊരു പാഠഭാഗം ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ആ പാഠത്തിൻ്റെ ബാക്കിയാണ്. അതിനുശേഷം നമുക്ക് അൽ മുറക്കബുൽ ഇദാഫി എന്താണെന്ന് കൂടുതലായിട്ട് ചർച്ച ചെയ്യാം. പിന്നീട് നമുക്ക് നമ്മുടെ ആക്ടിവിറ്റീസുകളിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് 7ാമത്തെ പേജിലെ 2ാമത്തെ പാരഗ്രാഫാണ്. വലിദാലിക തഅസ്സസത് മദ്രസത്തു ദാറുൽ അർക്കം. വലിദാലിക അപ്രകാരം, അതായത് അള്ളാഹു നമ്മളോട് കൽപ്പിച്ചതുപോലെ തഅസ്സസത് മദ്രസത്തു ദാറുൽ അർക്കം എന്താണ്, ദാറുൽ അർക്കം എന്നൊരു സ്കൂൾ കൂടി സ്ഥാപിച്ചു. ബിജിവാറിൽ കഅബത്തുൽ മുഷറഫ. എവിടെ? ജിവാറുൽ കഅബത്തുൽ മുഷറഫ, കഅബയുടെ പരിശുദ്ധമായ കഅബയുടെ അരികിൽ. അവ്വലു ബി മക്കത്തുൽ മുക്കറമ. അതെന്തായിരുന്നു? മക്കയിലെ ആദ്യത്തെ സ്കൂളായിരുന്നു. സുമ്മ മദ്രസത്തു അസ്ഹാബു സഫ. പിന്നീട് അസ്ഹാബു സഫ എന്നൊരു സ്കൂൾ കൂടി സ്ഥാപിച്ചു. ജൻബ് റൗളത്തുൽ മുഖദ്ദസ. എവിടെ സ്ഥാപിച്ചേ? ജൻബ് അരികിൽ, റൗളത്തുൽ മുഖദ്ദസ, റൗളത്തുൽ മുഖദ്ദസയുടെ അരികിൽ. അല സോഹിബ സലാത്തു വസ്സലാം. നബിയുടെ സ്വഹാബിമാരാണ് ഇത് സ്ഥാപിച്ചത്. ഫിൽ ഹറമുൻ നബവി ഷെരീഫു ബിൽ മദീനത്തുൽ മുനവ്വറ. മദീനത്തുൽ മുനവ്വറയിലാണത് സ്ഥാപിക്കപ്പെട്ടത്. ഹൈസു ഇൻബസക അഞ്ഞൂറി. ഹൈസു അപ്രകാരം, ഇൻബസക പറഞ്ഞാൽ ഉയർന്നു വന്നു, അഞ്ഞൂറ് പ്രകാശം. വത്തോല അൽ ഫജുറു ജദീദൻ. പിന്നെന്താണ്? തൊല പറഞ്ഞ ഉദിച്ചു. അൽ ഫജുറുൻ ജദീദൻ പുതിയ പ്രഭാതം. വൻകശ അല്ലൊലാമു ഇന്ദമ ഇൻതശറത്തുൽ മദാരിസു അല ഐദിൽ മുസ്ലിമീൻ ഫി മഷാരിഖുൽ അർളി വ മആരിബഹ. വൻകശ എന്ന് പറഞ്ഞാൽ അകന്നു പോയി, അല്ലൊലാം ഇരുട്ട്. ഇന്ദമ ഇൻതശറത്തുൽ മദാരിസ് എന്താണ്? സ്കൂളുകൾ വ്യാപിച്ചപ്പോൾ. ഇൻതശറ പറഞ്ഞാൽ വ്യാപിക്കുക. അല ഐദിൽ മുസ്ലിമീൻ എവിടെ? മുസ്ലിങ്ങളുടെ കൈകളിൽ. ഫി മഷാരിഖുൽ അർള് വ മആരിബഹ. മഷാരിഖ് പറഞ്ഞാൽ കിഴക്ക്, അൽ അർള് ഭൂമി, വ മആരിബഹ പറഞ്ഞാൽ പടിഞ്ഞാറ്. അപ്പോൾ ലോകത്തിൻ്റെ പലയിടങ്ങളിലായി മുസ്ലിങ്ങളുടെ കൈകളിൽ നിന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അതായത് സ്കൂളുകൾ വ്യാപിച്ചപ്പോൾ ഇരുട്ടുകളൊക്കെ അകന്നു പോയി എന്നാണ് അർത്ഥമാക്കുന്നത്. ഇനി അടുത്ത പാരഗ്രാഫ് ശ്രദ്ധിക്കുക. സുമ്മ തവസ്സാത്ത് തർബിയത്തുൽ ഇസ്ലാമിയ. സുമ്മ പിന്നെ, തവസ്സാത്ത് വ്യാപിച്ചു, തർബിയത്തുൽ ഇസ്ലാമിയ ഇസ്ലാമിക വിദ്യാഭ്യാസം പിന്നീട് വ്യാപിച്ചു. വലം യക്തിഫ് മുസ്ലിമൂൻ ബിഹാദൽ ഖുദ്ർ. പക്ഷേ ഈ കഴിവിൽ എന്താണ്? മുസ്ലിങ്ങൾ സംതൃപ്തരായില്ല. ഫതഖദ്ദമു ഇല അമാമ്. എന്താണ്? മുന്നോട്ട് വന്നു. വനാലു കസബ് സബക്ക്. അവർ നാല പറഞ്ഞാൽ നേടി. വനാലു അവർ നേടി. കസുബ് സബക്ക്. കസുബ് സബക്ക് എന്ന് പറഞ്ഞാൽ വിജയം കൈവരിക്കുക. ഫി മജാലുൽ ഉലൂ. എവിടെ? വിജ്ഞാനിക രംഗത്ത്, മേഖലയിൽ. മജാൽ പറഞ്ഞാൽ മേഖലയിൽ. നാഫിയാത്തുൽ ഇൻസാൻ മനുഷ്യർക്ക് ഉപകാരപ്രദമായ വിജ്ഞാന മേഖലയിൽ. ഫതഹു അവർ തുറന്നു. അബുവാബൻ ഒരു വാതിൽ തുറന്നു. ലി തഫ്കീരി വ തബ്സീരി. തഫ്കീർ പറഞ്ഞാൽ ചിന്തയുടെ വാതിൽ, വ തബ്സീർ ഉൾക്കാഴ്ചയുടെ വാതിൽ. വലിബ്ദാഅത്തുൽ ഇൽമിയ വ തിബ്ബിയ ഫിൽ ആലിമി. ലോകത്തിലുള്ള വൈദ്യശാസ്ത്രത്തിലും മറ്റുള്ള ശാസ്ത്രങ്ങളിലൊക്കെ എന്താണ്? അതിലേക്കുള്ള വാതിൽ തുറന്നു. മിൻ അംസാൽ അതിലുള്ള ആളുകൾ, അത് ഉണ്ടാക്കിയ ആളുകളുടെ ഉദാഹരണമാണ് ഇവിടെ പറയുന്നത്. വൈദ്യശാസ്ത്രത്തിലും മറ്റു ശാസ്ത്രങ്ങളിലൊക്കെ ഫേമസ് ആയിട്ടുള്ള ആളുകളുടെ പേരാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഹവാസ്മി, വറാസി, വബ്നു സീന, വസ്സുഹ്റാവി, വബ്നു സുഹർ, വബ്നു റുഷ്ദ്, വൽ ഇദ്രീസി, വൽ മസ്ഊദി, വൽ ബൈറൂനി, വബ്നു നഫീസ്, വബ്നു ഖൽദൂൻ, നഹ്വഹു. ഇവരെല്ലാം ആണ് ഫേമസ് ആയിട്ടുള്ള വൈദ്യശാസ്ത്രജ്ഞന്മാരും മറ്റു ശാസ്ത്രജ്ഞന്മാരും. ഇനി നമുക്ക് മുറക്കബുൽ ഇലാഫി എന്താണെന്ന് ഒന്നുകൂടി വിശദമായിട്ട് ചർച്ച ചെയ്യാം. മുലാഫ് ഇലേഹി നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പഠിക്കുകയുണ്ടായിരുന്നു അല്ലേ? മുലാഫ് ഇലേഹി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം മുലാഫിൻ്റെ നിയമങ്ങളാണ് പറയണേ. മുലാഫ് ലാ യദ്ഖുലു അലൈഹി അലിഫ്ലാം വല തെൻവീനും. ഇതിലെന്താണ്? അലിഫ്ലാം വരില്ല. ഇത് താഴെ കൊടുത്തിട്ടുണ്ട്. കിതാബു ഹാമിദ്. അൽ കിതാബു ഹാമിദ് എന്ന് കൊടുത്തിട്ടില്ലല്ലോ, അതാണ് പറയുന്നത്. ഇതിൽ അലിഫ്ലാം വരില്ല. പിന്നെ മുലാഫു ഇലേഹി എപ്പോഴും എന്താണ്? മജ്റൂറാണ്. അതിൻ്റെ ലാസ്റ്റ് എപ്പോഴും എന്തായിരിക്കും? കെസ്റായിരിക്കും കൊടുക്കുക. കിതാബു ഹാമിദിൻ എന്നല്ലേ കൊടുത്തിരിക്കണേ? ഹാമിദൻ എന്നല്ല, ഹാമിദുൻ എന്നല്ല, ഹാമിദിൻ. അതെന്താണ്? മുലാഫു ഇലേഹിയാണ് ഇതിൽ ഹാമിദ്. അതെപ്പോഴും എന്താണ്?
ആയിരിക്കും വരിക. ആദ്യത്തെ മുലാഫ് എന്നുള്ളത് എപ്പോഴും സന്ദർഭത്തിനനുസരിച്ച് അതിൻ്റെ ഇറാബ് മാറിക്കൊണ്ട് വരും. അപ്പോൾ ഇവിടെ താഴെ കിതാബു ഹാമിദിൻ്റെ ബുക്ക്. അപ്പം നമ്മൾ പറഞ്ഞു മുലാഫു ഇലൈഹി എന്ന് പറഞ്ഞാൽ മുലാഫ് മറ്റൊന്നിലേക്ക് ചേർത്ത് പറയുന്നതാണ്. കിതാബ് അത് മുലാഫ്, ഹാമിദിൻ്റെ പുസ്തകം അതാണ് മുലാഫു ഇലൈഹിക്ക് ഉദാഹരണം. ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി കുറച്ചുകൂടി ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. ലോ കിതാബു തിഫ്ലി, ലോ നഷ്ടപ്പെട്ടു, കിതാബു തിഫ്ലി. അപ്പോൾ ഇതിലേതാ മുലാഫ് ഏതാ വരിക? കിതാബു എന്നുള്ളത് മുലാഫ്, അത്തിഫ്ലി എന്നുള്ളത് മുലാഫു ഇലൈഹി. കിതാബ് പുസ്തകം, അത്തിഫ്ലി കുട്ടിയുടെ. അപ്പോൾ കുട്ടിയുടെ പുസ്തകം എന്ന്. പിന്നെ റഅയ്തു സയ്യാറത്തൽ മുദരിസി, ഇതിലേതാ മുലാഫ് വരിക? ആദ്യം വരുന്നത് എപ്പോഴും മുലാഫായിരിക്കും, പിന്നെ വരുന്നത് മുലാഫു ഇലൈഹി ആയിരിക്കും. അപ്പോൾ സയ്യാറത്ത് മുലാഫ്, അൽ മുദരിസി മുലാഫു ഇലൈഹി. ഇനിയോ മൂന്നാമത്തെ ഉദാഹരണം നോക്ക്. കത്തബ്ത ബി കലമിൽ വലതി, കത്തബ്ത ഞാൻ എഴുതി, ബി കലമി എന്തുകൊണ്ട്? പേന കൊണ്ട്, അൽ വലതി ആരുടെ പേന? കുട്ടിയുടെ പേന. അതാണ് ഇവിടെ മുലാഫു ഇലൈഹി, കുട്ടി. മുലാഫു ഇലൈഹി അൽ വലതി എന്നുള്ള വാലിദി ഉപ്പയുടെ പേന കൊണ്ട് എഴുതി. അപ്പോൾ ഇവിടെ കലമ് മുലാഫ്, അൽ വാലിദി എന്നുള്ളത് മുലാഫു ഇലൈഹി. ഇനി ഇവിടെ മറ്റു ചില ഉദാഹരണം കൂടി കൊടുത്തിട്ടുണ്ട്. ആയിബ് പറഞ്ഞാൽ നമ്മുടെ അടുത്തില്ലാത്ത ഒരാളെ കുറിച്ച് നമ്മൾ പറയുകയാണ്. അപ്പോൾ കിതാബഹു അവൻ്റെ ബുക്ക്. അപ്പോൾ കിതാബ് എന്നുള്ളത് മുലാഫ്, എന്നുള്ളത് മുലാഫു ഇലൈഹി. അവനിവിടെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അവൻ്റെ ബുക്ക് എന്ന് പറയില്ലേ, മറ്റാരോടെങ്കിലും സംസാരിക്കുമ്പോൾ അവൻ്റെ ബുക്ക് എന്ന് പറയുമ്പോൾ അതിൽ കിതാബ് എന്നുള്ളത് മുലാഫ്, എന്നുള്ളത് മുലാഫു ഇലൈഹിയാണ് വരിക. ഇവിടെ കിതാബഹ അവളുടെ ബുക്ക്. അപ്പോൾ അതിൽ കിതാബ് എന്നുള്ളത് മുലാഫ്, എന്നുള്ളത് മുലാഫു ഇലൈഹി. ഇനി മുഖാത്തബ്, ഇനി അതിൽ പറയണ കിതാബക്ക നിൻ്റെ ബുക്ക് പറയുമ്പോൾ, അപ്പം നിൻ്റെ അവിടെ മുലാഫിൻ്റെ ഇത് വന്നു അല്ലേ. കിതാബ് മുലാഫ്, എന്നുള്ളത് മുലാഫു ഇലൈഹി. അതേപോലെ മുത്തക്കല്ലിം എഴുതി നോക്കി, കിതാബി എൻ്റെ ബുക്ക്, അതിലും ഉണ്ട് മുലാഫു ഇലൈഹി. കിതാബ് മുലാഫ്, എന്നുള്ളത് മുലാഫു ഇലൈഹി. ഇനി ഈ പാഠത്തു നിന്ന് കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ പേപ്പർ നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ഇവിടെ നോക്കൂ, ഈ 12ാമത്തെ ക്വസ്റ്റ്യൻ. ബൈൻ അൽ മുലാഫു വൽ മുലാഫു ഇലൈഹി ഫി ജുംലത്തൈനി താലിയ. അപ്പോൾ മുലാഫു ഇലൈഹി എന്താണ്? താഴെ കൊടുത്ത ജുംലയിൽ നിന്ന് വേർതിരിച്ച് എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ എടുക്കും? എ കൊടുത്ത് നോക്കൂ. മദാരിസുൽ മദീനത്ത് മുഅല്ലഖത്ത്. അപ്പോൾ എന്താണ് അതിൻ്റെ മീനിങ്? മദാരിസുൽ മദീന, മദീനയിലെ സ്കൂൾ, മുഅല്ലഖത്ത് അടച്ചിട്ടു. അപ്പോൾ അതിലേതാ മുലാഫ്? ഏതാണ് മുലാഫു ഇലൈഹി? മദാരിസുൽ മദീന അല്ലേ. അപ്പോൾ പട്ടണത്തിലെ സ്കൂൾ എന്നാണ് അർത്ഥം. അപ്പോൾ ഇതിൽ മുലാഫ് വരിക ഏതാ വരിക? അപ്പോൾ ഇതിലെ മുലാഫ് മദാരിസ്, മുലാഫു ഇലൈഹി അൽ മദീനത്ത്. പിന്നത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഓപ്ഷൻ ബി. റഈസുൽ വുസ്റാ യസൂറു കൊൽക്കത്ത അദൻ. അതിലേതാ മുലാഫ് വരിക? റഈസ് എന്നുള്ളത് മുലാഫ്, വുസ്റാ എന്നുള്ളത് മുലാഫു ഇലൈഹി. റഈസുൽ വുസ്റാ പറഞ്ഞാൽ മന്ത്രിമാരുടെ തലവനാണ് അല്ലേ. അപ്പോൾ ഇതിൽ റഈസ് എന്നുള്ളത് മുലാഫ്, അൽ വുസ്റാ എന്നുള്ളത് മുലാഫു ഇലൈഹി. നമുക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ. ഇനി നമുക്ക് നമ്മുടെ പാഠത്തിലെ ഫസ്റ്റ് ആക്ടിവിറ്റി ഇന്ന് ചർച്ച ചെയ്യാം. എന്താണ് നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യന്? അജീബ് അമ്മായി എത്തി, താഴെ കൊടുത്തതിന് ഉത്തരം കണ്ടെത്തുക. എന്താ ഫസ്റ്റിലെ ക്വസ്റ്റ്യൻ? കൈഫ മദ്രസത്തുക, എങ്ങനെയായിരുന്നു സ്കൂള്? അതിൻ്റെ ആൻസർ ഇവിടെ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട്. മദ്രസത്തി കബീറത്തുൻ വവാസിയത്തുൻ വനലീഫത്തുൻ. മദ്രസത്തി എൻ്റെ മദ്രസ, കബീറത്തുൻ അതെന്താണ്? വലുതാണ്, വാസിയത്തുൻ വിശാലമായതാണ്, വനലീഫത്തുൻ വൃത്തിയുള്ളതാണ്. അപ്പോൾ അതാണ് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? മാഹിയ വലീഫത്തുൽ മദ്രസത്തിൽ ഹുക്കൂമിയ. മാഹിയ വലീഫത്ത് എന്താണ് കർത്തവ്യം, അതായത് എന്താണ് ജോലി? അൽ മദ്രസത്തിൽ ഹുക്കൂമിയ ഗവൺമെൻറ് സ്കൂളുകളുടെ ജോലി എന്താണ്, കർത്തവ്യം എന്താണെന്ന് ചോദിക്കുന്നത്. അതിന് ആൻസർ ഇതാ അവിടെ താഴെ കൊടുത്തുക്കണു. വലീഫത്തുൽ മദ്രസത്തുൽ ഹുക്കൂമിയ ഗവൺമെൻറ് സ്കൂളുകളുടെ ജോലി താലീമുൽ മവാദുൻ നാഫിയ,
തലീമ് പഠിപ്പിക്കൽ മവാദു നാഫിയ ഉപകാരപ്രദമായ അറിവ് അല്ലത്തി തുസായിദു ഫി ഹുസൂലു അല ഹുക്കൂമിയത്തു വൈറു ഹുക്കൂമിയ അതെന്താണ് അല്ലത്തി തുസായിദു അത് സഹായിക്കുന്നു ഫിൽ ഹുസൂൽ എത്തിച്ചേരുവാൻ വേണ്ടി അലൽ ഹുക്കൂമിയത്ത് എവിടെ ഗവൺമെൻറ് ജോലിയിൽ വൈറുൽ ഹുക്കൂമിയ പ്രൈവറ്റ് ജോലികളിലും എത്തിച്ചേരാൻ എന്താണ് ഗവൺമെൻറ് സ്കൂളുകൾ സഹായിക്കുന്നുണ്ട്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് കം നൗ മിനൽ മദാരിസ് എത്ര തരം സ്കൂളുകളാണ് ഉള്ളത്? അതിൻ്റെ ആൻസർ ഇതാ അവിടെ താഴെ കൊടുത്തിട്ടുണ്ട്. ലിൽ മദാരിസ് നോ ആനി സ്കൂളുകൾ എന്താണ് 2 തരത്തിലാണുള്ളത്. അൽ മദ്രസത്തുൽ ഹുക്കൂമിയ ഗവൺമെൻറ് സ്കൂളുകളും വൽ മദ്രസത്തുൽ അഹ്ലിയത്തുൽ ഇസ്ലാമിയ എന്താണ് ഇസ്ലാമികപരമായിട്ടുള്ള പ്രൈവറ്റ് സ്കൂളുകളും ഉണ്ട്. അതാണ് 2 തരത്തിലുള്ള സ്കൂളുകൾ. ഇനി 4ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് മാഹിയൽ ഔസാഫുല്ലത്തി എംബഇ ഇത്തിസാഫു ബിഹ തുല്ലാബുൽ മദ്രസത്തുൽ ഇസ്ലാമിയ മാഹിയ ഔസാഫ് പറഞ്ഞാൽ പ്രത്യേകതകൾ. അതായത് ഇസ്ലാമിക സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നാണ് 4ാമത്തെ ക്വസ്റ്റ്യന്. അതിൻ്റെ ആൻസർ എന്താണ് അൽ ഔസാഫുല്ലത്തി എംബഇ ഇത്തിസാഫു ബിഹ തുല്ലാബുൽ മദ്രസത്തുൽ ഇസ്ലാമിയത്ത് ഹിയ എന്താണ് എന്തൊക്കെയാണ് അൽ ഇസ്തിംദാദു ബിൽ കലം പേന കൊണ്ട് എഴുതാൻ പഠിക്കും. പേന കൊണ്ട് എഴുതാനും വരക്കുവാനൊക്കെ പഠിക്കും. വത്തുഹല്ലി ബിൽ ഇൽമു വൽ മാരിഫത്തു വൽ ഈമാനു ബി വഹ്ദത്തുല്ലാഹി ബി വഹ്ദത്തു ബനി ആദം വതക്രീമഹും തഹല്ലി പറഞ്ഞാൽ അത് കരസ്ഥമാക്കും. ഇൽമു വൽ മാരിഫത്ത് എന്താണ് ഇൽമ് അറിവ് വൽ മാരിഫത്ത് പറഞ്ഞാലും അറിവ്. വൽ ഈമാനു ബി വഹ്ദത്തുള്ള അള്ളാഹുവിലുള്ള ഏകദൈവത്തിലുള്ള വിശ്വാസം. ബി വഹ്ദത്തു ബനി ആദം വതക്രീമഹും പിന്നെന്താണ് ആദമിൻ്റെ സന്തതികളൊക്കെ ഒരൊറ്റ ഏകത്വ സ്വഭാവമുള്ളവരും അവരെ ആദരിക്കുന്നവരുമായിരിക്കും. തആമുലി മാഹും അവരോടെന്താണ് ഇടപഴകും. വിസിദ്ക്ക് സത്യസന്ധതയോടുകൂടി വൽ അദിൽ നീതിയോടുകൂടി വൽ അഖ്ലാഖുൽ ഹസന പിന്നെന്താണ് നല്ല സ്വഭാവത്തോടു കൂടി. വമാ ഫിഹാമിൻ കിയമുൽ ഇൻസാനിയ ഹമീദത്തുൻ മഅറൂഫ സുത്യർഹമായ മാനുഷിക മൂല്യങ്ങളോട് കൂടി അവരോട് പെരുമാറാനും പഠിക്കും. അതാണ് ഇസ്ലാമിക സ്കൂളുകളിൽ പഠിച്ചാലുള്ള ഉപകാരം പ്രത്യേകതകൾ എന്ന് പറയുന്നത്. ഇനി എന്താണ് 5ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് മാഹിയ അവ്വലു ആയത്തുൽ ഖുർആനിയ അതെല്ലാവർക്കും അറിയണേനായിരിക്കും അല്ലേ. നമുക്കറിയാം ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖൽ ഇൻസാന മിൻ അലഖ് അതാണ് ആയത്തുൽ അവ്വലു ആദ്യത്തെ ഖുർആനിക ആയത്ത്. ഇനി 6ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് മാതാ തുറഫു അൻ ദാറുൽ അർക്കം എന്താണ് മാതാ തുറഫു എങ്ങനെയാണ് വിവരിക്കാൻ പറ്റുക ദാറുൽ അർക്കമിനെ നമുക്ക് എങ്ങനെ വിവരിക്കാം? 6ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. തഅസ്സസത്ത് മദ്രസത്ത് ദാറുൽ അർക്കം ബി മക്കത്തുൽ മുക്കറമ എവിടെയാണ് സ്ഥാപിച്ചത് എന്നാണ് ആദ്യം വിവരിക്കുന്നത്. തഅസ്സസത്ത് അത് സ്ഥാപിച്ചു മദ്രസത്ത് ദാറുൽ അർക്കം ബി മക്കത്തുൽ മുക്കറമ മക്കയിലാണ് അത് സ്ഥാപിച്ചത്. വയ അവ്വൽ മദ്രസത്തുൽ അഹ്ലിയത്തുൽ ഇസ്ലാമിയ അതെന്താണ് ഇസ്ലാമിലെ ആദ്യത്തെ ഇസ്ലാമിക സ്കൂളാണ്. ഇനി 7ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് മൻ ഖലക്കൽ ഇൻസാൻ ആര് ഖലക്ക സൃഷ്ടിച്ചു അൽ ഇൻസാൻ മനുഷ്യനെ ആരാണ് സൃഷ്ടിച്ചത്? നമുക്കറിയാം അല്ലേ അള്ളാഹു ആണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. പിന്നെ 8ാമത്തെ ക്വസ്റ്റ്യന് അയിന കാനത്ത് മദ്രസത്തു അസ്ഹാബു സഫ അയിന കാനത്ത് എങ്ങനെയായിരുന്നു മദ്രസത്തു അസ്ഹാബു സഫ എന്ന സ്കൂള് എങ്ങനെയായിരുന്നു എന്ന് ചോദിക്കണേ. അപ്പോൾ 8ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇതവിടെ കൊടുത്തിട്ടുണ്ട്. കാനത്ത് മദ്രസത്തു അസ്ഹാബ് സഫ ഫിൽ ഹറമുൻ നബവി ഷെരീഫ് ബി മദീനത്തുൽ മുനവ്വറ അത് അസ്ഹാബ് സഫ എന്ന സ്കൂൾ സ്ഥാപിച്ചത് മദീനത്തുൽ മുനവ്വറയിലായിരുന്നു. പിന്നെ 9ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അവസാനത്തെ ക്വസ്റ്റ്യനാണ് മാഹുവൽ ഹദഫുൽ അസാസി ലിൽ മദാരിസുൽ ഇസ്ലാമിയ മഹുവൽ ഹദഫ് എന്തായിരുന്നു ലക്ഷ്യം അല്ല അസാസി അടിസ്ഥാനപരമായിട്ടുള്ള ലക്ഷ്യം എന്തായിരുന്നു ലിൽ മദാരിസുൽ ഇസ്ലാമിയ ഇസ്ലാമിക സ്കൂളുകളുടെ അടിസ്ഥാനപരമായിട്ടുള്ള ലക്ഷ്യം എന്തായിരുന്നു എന്നാണ് അവസാനത്തെ ക്വസ്റ്റ്യന് ഇവിടെ കൊടുത്തിട്ടുണ്ട് ആൻസർ. അൽ ഹദഫുൽ അസാസിൽ മദാരിസുൽ ഇസ്ലാമിയ ഇസ്ലാമിക സ്കൂളുകളുടെ ലക്ഷ്യങ്ങളായിരുന്നു തർബിയത്തുർ റൂഹിയ എന്താണ് ആത്മീയപരമായിട്ടുള്ള വിജ്ഞാനം താലീമുൽ വത്തുൽ അറബിയ പിന്നെന്താണ് അറബി ഭാഷ പഠിപ്പിക്കൽ ഷെയ്ഉമിൻ ഒലൂമുൻ നാഫിയ ഉപകാരപ്രദമായ രീതിയിൽ ഇലാ ജാനിബു താവീദു ദാരിസി അല മുമാറസത്തു ദീനു വശറയ്യ പിന്നെന്താണ് ദീനിപരമായിട്ടുള്ള അനുഷ്ഠാനങ്ങളൊക്കെ വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുക എന്നതാണ് ഇസ്ലാമിക സ്കൂളുകളുടെ അടിസ്ഥാനപരമായിട്ടുള്ള ലക്ഷ്യങ്ങൾ.
അപ്പോൾ ഇത്രയും എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ബാക്കി നമുക്ക് ഈ ക്ലാസ്സിലെ ആക്ടിവിറ്റീസ്, ഈ പാഠത്തിലെ ആക്ടിവിറ്റീസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.